അടിപൊളി മൂവിയായിരുന്നു. കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. നല്ലൊരു മെസ്സേജാണ്. ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അഭിനയമൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല ആക്ടിങ്ങാണ്. ധ്യാൻ ശ്രീനിവാസ് ഒത്തിരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. അടിപൊളി കോമ്പിനേഷനാണ്, അത് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മൂവിയാണ്. ശാന്തി കൃഷ്ണയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല മൂവിയാണ്. ഒരുപാട് മെസ്സേജുണ്ട്. ഭാര്യ ഭർത്താവും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അതാണ് കൂടുതലും പറയുന്നത്. ഇന്നത്തെ ഫാമിലി നടക്കുന്ന സംഭവം തന്നെയാണ്. ഇന്നത്തെ ഫാമിലിയിൽ നടക്കുന്ന പണ്ട് കാലത്താണ് ഇതുപോലത്തെ മൂവി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ തലമുറയിലൊന്നും ഇങ്ങനത്തെ ഒരു മൂവി കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി മൂവിയാണ്, നല്ല മൂവി, കണ്ടിരിക്കുക. അടിപൊളി, നല്ല കഥയൊക്കെ ഉണ്ട്. അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടായിട്ടില്ല. അതാണ് കുടുംബമായിട്ട് വന്നിരുന്ന് കാണാം. നല്ലൊരു മെസ്സേജാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബോബൻ സാമുവൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മൂവി ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി വന്ന് കണ്ടത്. എനിക്ക് അതായത് റോമൻസും ഷാജഹാനും പരിക്കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു. ഈ സിനിമ ആക്ച്വലി വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ഒരു കോമഡി സിനിമ ഉണ്ടാക്കാതെ ഒരു ഫീമെയിൽ ഷോവനിസത്തിനെ കുറിച്ച് കാണിക്കുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ശാന്തി കൃഷ്ണയുടെ റോള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ശാന്തി കൃഷ്ണ ഇത്രയും എന്താ പറയുക ഒരു ഒരു ഫീമെയിൽ ഷോവനിസ്റ്റായിട്ട് കാണിച്ചേക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ റോള് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും വെറുപ്പ് തോന്നിപ്പോവും. ശാന്തി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഭയങ്കര അഡോറബിൾ അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണെങ്കിലും ഈ സിനിമയിൽ നമുക്ക് ശരിക്കും ഒന്ന് വെറുപ്പ് തോന്നി. അത് ആദ്യം തൊട്ട് അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമിത പ്രമോദ് ഈസ് എ വെരി ഗുഡ് ആക്ടർ. ഇടയ്ക്ക് വെച്ച് ഒരുപാട് ബ്രേക്ക് എടുത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഷീസ് ട്രെയിൻ ഡാൻസറും കൂടെ ആയതുകൊണ്ട് നല്ല എക്സ്പ്രഷൻസൊക്കെ വരുന്ന ഒരു ആക്ടറാണ്. ഐ ഹോപ്പ് ഷീ കണ്ടിന്യൂസ് ഡൂയിങ് മോർ മൂവീസ്. എനിക്ക് ഇൻഫാക്റ്റ് ആദ്യമേ ഇത് കണ്ടപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇക്വേഷൻ എനിക്കൊരു സംശയകരമായിരുന്നു എങ്ങനെയായിരിക്കുന്നു. പക്ഷേ ആക്ച്വലി സിനിമ കണ്ട് വന്നപ്പോൾ സോബിൻ ആക്ച്വലി ഹസ്ബൻഡും വൈഫിൻ്റെ ഒരു റോളാണ് ചെയ്യുന്നത്. ബേസിക്കലി ഈ മൂവി ഒരു ഡ്രാമയാണ്, ഒരു സോഷ്യൽ സെറ്റയറുണ്ട് ആൻഡ് ഒരു സീരിയസ് ടോപ്പിക്കിനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് പറയണേ, അവസാനം മാത്രം വന്ന് ഇച്ചിരി ഒരു ഓവർ ദ ടോപ്പ് ഇച്ചിരി ഡ്രമാറ്റിക്കായി പോയി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് മേ ബി എൻ്റെ ഒരു ആവശ്യം വന്നു. പക്ഷേ നല്ലൊരു വാച്ചായിരുന്നു. ഒരു നല്ലൊരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി പ്ലസ് ഡ്രാമ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ ഷോവനിസത്തിനെ കുറിച്ച് ഫുള്ള് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഒരു ക്രൈസിസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു. അത് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്രൈസിസ് വരുന്നുണ്ട്. അത് ഏതായാലും പറയേണ്ട ആവശ്യമില്ല, ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവും. ആ ക്രൈസിസിൻ്റെ ബേസിസിലാണ് ബാക്കിയുള്ള ഒരു കുഴപ്പങ്ങളും മറ്റതൊക്കെ തുടങ്ങുന്നത്. ദെൻ ഹൗ ഇറ്റ് എൻഡ്സ്. ധ്യാനമുണ്ട് ഇതിൻ്റെ അകത്ത്, ഇവരുടെ ഫാമിലി അഡ്വക്കേറ്റായിട്ട്. സോ എൻ്റെ മാത്രം ഇച്ചിരി ഒന്ന് പോളിഷ് ചെയ്തായിരുന്നു തോന്നുന്നു. പക്ഷേ അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് വാച്ച്.